പരാതിക്കാരിയെ അറിയില്ലെന്ന നിവിൻ പോളിയുടെ വിശദീകരണം പൂർണ്ണമായി മുഖവിലക്കെടുക്കാതെ പ്രത്യേക അന്വേഷണ സംഘം. എന്നാൽ ഉടൻ അറസ്റ്റ് വേണ്ടെന്നാണ് തീരുമാനം. നിവിൻ പോളിക്കെതിരെ മുൻപ് നൽകിയ പരാതിയിൽ കേസെടുക്കാത്തത് എന്തുകൊണ്ടാണെന്നും അന്വേഷിക്കും. പശ്ചിമ ബംഗാൾ നടിയുടെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തീർപ്പാക്കി. മയക്കുമരുന്ന് നൽകി ലൈംഗികമായി ഉപദ്രവിച്ചെന്ന യുവതിയുടെ പരാതിയിൽ നിവിൻ പോളിക്കെതിരെ കേസെടുത്തെങ്കിലും അറസ്റ്റ് ഉടൻ വേണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പരാതിക്കാരി നേരത്തെ പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നും അന്വേഷണ സംഘം പരിശോധിക്കും. ഊന്നുകൽ സിഐയുടെ മൊഴിയും പ്രത്യേക സംഘം രേഖപ്പെടുത്തും. യുവതിയുടെ പരാതി വ്യാജമാണെന്ന നിലപാടിൽ നിവിൻ പോളി ഉറച്ചുനിൽക്കുകയാണ്. മുൻകൂർ ജാമ്യം തേടി ഉടൻ തന്നെ കോടതിയെ സമീപിക്കുമെന്നും നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്നും നിവിൻ പോളി വ്യക്തമാക്കി. അതേസമയം നിവിൻ പോളി പറയുന്നത് കളവാണെന്ന് പരാതിക്കാരി ആരോപിച്ചു. AK സുനിലാണ് ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റിൽ ചാൻസ് വേണമെങ്കിൽ നമുക്ക് ഒരു നല്ല റോൾ കിട്ടണമെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവണമെന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് ചെറിയ ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞ ശേഷമാണ് നിവിൻ പോളി ഗ്യാങ് AK സുനിലിന്റെ ഗുണ്ടകൾ എന്ന രീതിയിലാണ് നമ്മുടെ അടുത്ത് വന്നത്. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ, എന്താണെന്ന് തെളിയട്ടെ. ഞാനും അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. നിവിൻ പോളിക്കെതിരെ പരാതി നൽകിയ യുവതിയുടെ മൊഴി അന്വേഷണ സംഘം ഉടൻ രേഖപ്പെടുത്തും. പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷം തുടർ നടപടികളിലേക്ക് പോകാനുമാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പശ്ചിമബംഗാൾ നടി നൽകിയ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തീർപ്പാക്കി. നിലവിൽ ചുമത്തിയ കുറ്റങ്ങൾ ജാമ്യം ലഭിക്കാവുന്നതാണെന്ന് രേഖപ്പെടുത്തിയാണ് ഹർജി തീർപ്പാക്കിയത്. 24 കൊച്ചി.